അതിൻ്റെ ശിശുവിനെ നിശ്ചയിച്ചുകൊണ്ട് ചിന്നേച്ചി മനസ്സിലാക്കുക അത്രയും സ്നേഹം ആത്മഹത്യ സത്യം പറഞ്ഞാൽ എന്താ പറയുക, മയക്കിൻ്റെ മുമ്പിൽ നിൽക്കാനൊരു പേടിയും എന്ത് സംസാരിക്കുന്നുള്ളൊരു ഇതൊന്നും എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ ആശ്രമത്തിലെ ചെറുപ്പം മുതലേ നിൽക്കാനും ആശ്രമത്തിലെ കർമ്മം ചെയ്യാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യവും എന്നെ ഇതുപോലെ കുട്ടികളായിരിക്കുന്ന സമയത്ത് സുരേന്ദ്രനാഥ് സാറെ കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. സാറ് ഇവിടെ എപ്പോഴും വന്ന് ക്യാമ്പിനൊക്കെ ക്ലാസ് എടുക്കായിരുന്നു. അപ്പോൾ സാറിങ്ങനെ മൈക്കൊണ്ട് വരും, അപ്പോഴൊക്കെ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടും. അതുപോലെ എന്തെങ്കിലും സംസാരിക്കാനൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ എന്താ പറയുക, ആ സമയത്ത് പോലും മൈക്കൊന്ന് പിടിക്കുക അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുക എന്നുള്ളൊരു കാര്യം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനം. പിന്നെ സന്ധ്യേച്ചി ചെറുപ്പം മുതൽ സത്സംഗത്തിൽ ആദ്യം തന്നെ ഉറങ്ങാൻ തുടങ്ങും. ചെറുപ്പത്തിൽ അങ്ങനെ ആശ്രമത്തിൽ വന്നിരിക്കും. അപ്പോൾ ഓല ഈ ചുറ്റിപ്രാർത്ഥിക്കുന്ന സ്ഥലമൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇന്നിപ്പോൾ വന്ദനു സ്വാമി എല്ലാ ആഴ്ചകളിലും കോഴിക്കോട് ഇതുപോലെ തന്നെയാണ്. സ്വാമികായിരുന്നു അവിടെ വിശ്വജ്ഞാന മന്ദിരത്തിൻ്റെ പൂർത്തീകരണം കംപ്ലീഷൻ്റെ ഒരു കർമ്മവും അതുപോലെ ഒരു 2 വർഷം സ്വാമി അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ സ്വാമി സത്സംഗം നടത്തി. ഇപ്പോൾ ഗുരുവിനൊരു നിശ്ചയം ഉണ്ടാവും, ഈ സമയത്ത് ഈ ഒരു ടേമിൽ ഈ ഒരു സന്യാസി വരണം, അല്ലെങ്കിൽ ഈ സമയത്ത് ഈ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടാവണം. നമുക്കിപ്പോഴോ എന്താ പറയുക, കോഴിക്കോട് പിന്നെ കണ്ണൂർ ആശ്രമത്തിന് വള്ളി ആശ്രമത്തിന് ഗുരുവിൽ നിന്ന് അനുവാദം കിട്ടി. നമ്മുടെ പ്രാർത്ഥനാലയത്തിൻ്റെ കൺസ്ട്രക്ഷൻ ഏകദേശം ഒരു 60 to 70% ആയി. അപ്പോൾ ഈ സമയത്ത് സ്വാമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും എന്താ പറയുക, സത്സംഗങ്ങൾ നടത്താനും നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഒരു സത്സംഗത്തിൽ നമ്മളിപ്പോൾ തന്നെ ഇരിക്കും, നമുക്ക് കുറേ കാര്യങ്ങൾ ഗുരുവിനെ കേൾക്കാനും ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കാനും അല്ലെ എന്താ പറയുക, നമ്മുടെ ഉള്ളിലൊക്കെ അനുഭവങ്ങളുണ്ടാവും. ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആരെങ്കിലും ഒരു അനുഭവം പറയുന്ന സമയത്ത് നമുക്ക് റിലേറ്റ് ചെയ്തൊരു അനുഭവങ്ങളുണ്ടാവും. ഈ അനുഭവങ്ങളൊക്കെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാനും. പക്ഷേ ഞാൻ പറയുന്നു, ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു അവസരമാണ്. ഇപ്പോൾ സുധീരേട്ടൻ നേരത്തെ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നമ്മൾ പോകണം അനുഭവം പറയാനും. പക്ഷേ ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ആ കുഴപ്പമുണ്ടാവില്ല, പെട്ടെന്നൊന്നും മാറില്ല. എന്നാലും അനുഭവം പറയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിചാരിക്കും അനുഭവം പറയുമ്പോൾ തെറ്റിപ്പോകും, അല്ലെങ്കിൽ നിന്ന് പോകും, അല്ലെങ്കിൽ എന്താ പറയുക, ചില ആൾക്കാർക്ക് വിഷമം വരും. ഈ വിഷമം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ ആ ഒരു ഫീല് വരുന്നുള്ളൂ. കാരണം ഇത്രയും ഗുരുവിൽ നിന്നുള്ള അനുഭവങ്ങൾ കേൾക്കാനും സത്സംഗം കൂടാനും വന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, ഉള്ളിൽ കിട്ടുന്ന ഒരു അനുഭൂതി ആയിരിക്കും ഒരു അനുഭവം കേട്ടിട്ടുള്ള ഒരു സമയം. നമുക്ക് ഗുരുവിനോട് കൂടുതൽ അടുക്കാനും അല്ലെങ്കിൽ എന്താ പറയുക, ആശ്രമത്തിലെ കാര്യങ്ങൾ കേൾക്കാനും. നേരത്തെ സുധീരേട്ടൻ പറഞ്ഞ അമ്മേൻ്റെ കാര്യം, ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര എന്താ പറയുക, ആ സമയത്ത് മഞ്ജുസ്വാമി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കാണുന്നത് അമ്മ വിശ്വജ്ഞാന മന്ദിരത്തിൽ വരുന്നു, ആശ്രമത്തിലേക്ക്. എന്താ പറയുക, നമ്മളെ ഓരോരുത്തരും നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്കൊക്കെ ഗൃഹസ്ഥാശ്രമികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നമ്മളിൽ നിക്ഷിപ്തമായിരുന്ന കരം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്താൻ നമ്മളൊക്കെ അനുഭവം കൊണ്ട് വന്നവരാണ്. പക്ഷേ എന്താ പറയുക, അനുഭവത്തിൽ ഗുരുവിനോട് സ്നേഹമുണ്ട്, ആശ്രമത്തിൽ കർമ്മം ചെയ്യുന്നു, സമർപ്പണം ചെയ്യുന്നു, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളെ കുട്ടികളെ എങ്ങനെ ആശ്രമത്തിലേക്ക് ഇവർ ഓരോ സമയം ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കതിന് എന്താ പറയുക, എന്ത് പറയണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടില്ല. പക്ഷെ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സത്സംഗം എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന ഈ സത്സംഗം നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഇന്നിപ്പോൾ അതുപോലെ വന്നായിരിക്കും വന്ദനു സ്വാമിയുടെ സത്സംഗം കേൾക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ഞാൻ കോഴിക്കോട് പെട്ടുപോകലുണ്ട്. പെട്ടെന്ന് സ്വാമിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരും, പെട്ടെന്ന് പോകേണ്ട സമയം വരും, സ്വാമിക്ക് സത്സംഗം അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് സമയത്ത് സ്വാമിക്ക് അവിടെ ഉണ്ടാകാൻ പറ്റാത്ത സമയത്ത് ഞാൻ ഇതുപോലെ പെട്ടുപോകലുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാം, ഒരു മുഖ്യ പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മചാരി എന്നുള്ള ഇതുള്ളതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടോ എന്ന് സംസാരിക്കാനുള്ളതുണ്ടോ എനിക്കറിയില്ല. ഞാൻ ആശ്രമത്തിൽ നിന്നൊരു അനുഭവത്തിലാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതും. സ്വാമി എല്ലാ ആഴ്ചയും എന്നെ ഇങ്ങനെ കൊണ്ടുവരുന്നു. പക്ഷെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നം, ഇതിങ്ങനെ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുക. ഇപ്പോഴത് മാറിയിട്ടൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഗുരുവിൻ്റെ ഒരു കാര്യം എന്ന് പറയാം. പിന്നെ എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഗുരുവിൻ്റെ കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ എന്താണ് ആശ്രമം അല്ലെങ്കിൽ എന്താണ് പറയാനൊക്കെ നമുക്കൊരു സ്റ്റക്ക് ഉണ്ടാവും, നമുക്ക് അറിയാം. പക്ഷേ ആൾക്കാരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, ചില ആൾക്കാർക്ക് ആ ഒരു സ്കില്ലുണ്ടാവും. പക്ഷേ നമുക്കൊക്കെ അനുഭവമുണ്ട്, ഗുരുവിനോട് അത്രയും സ്നേഹമുണ്ട്. പക്ഷേ ഇതെങ്ങനെ ആൾക്കാരുടെ അടുത്ത് മറ്റൊരാളുടെ അടുത്ത് പറയുമെന്നുള്ളത് എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, വിശ്വജ്ഞാന മന്ദിര സമർപ്പണത്തിന് ശേഷം ഒരു 1-2 ദിവസമായി കാണും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയമാണ്. വന്ദനു സ്വാമി എല്ലാവരും ഇരുത്തി ഇങ്ങനെ സംസാരിക്കും. ഈ വരുന്ന വിസിറ്റേഴ്സിൻ്റെ അടുത്ത് എന്താണ് ആശ്രമം, എന്തിനാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാമി ഇരുന്ന് സംസാരിക്കും. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത്
ഞാനിതൊന്നും അറിഞ്ഞില്ല. ഒരു 4 ആൾക്കാരാണ് ഏകദേശം, ഒരു മുസ്ലിം ആ ഒരു പരമ്പരയിൽ നിന്ന് വന്ന ഒരു 4 ആൾക്കാർ. പക്ഷെ അങ്ങനെ പറയാനും പറ്റില്ല. പക്ഷെ അവരതിൽ നിന്ന് ഓപ്പോസിറ്റായി നിന്ന് ഈ വാദിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ്. സ്വാമിയുടെ അടുത്ത് ആരെങ്ങനെ പോയി ചെന്ന് കഴിഞ്ഞാലും സ്വാമി അതിനെ ഗുരുവിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ അത് വെച്ച് കണക്ട് ചെയ്ത് അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം സ്വാമിക്ക് അത്രയും അറിവുണ്ട്. സ്വാമിക്ക് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവ് സ്വാമിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ആരാധന ചെയ്യാൻ വേണ്ടി പോയിരുന്നു, വൈകുന്നേരത്തെ ആരാധന. അപ്പോൾ ഈ ആൾക്കാർ സ്വാമിയുടെ അടുത്ത് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ച് ഇവർക്ക് അവസാനം മദ്യമായിട്ട് ഇവരെ ഇറങ്ങി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ആരാധന കഴിഞ്ഞ് വിശ്വജ്ഞാനമന്ദിരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ മുണ്ട് ഷോളാണല്ലോ, ബാക്കി എല്ലാവരും അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സ് ആയതുകൊണ്ട് അങ്ങനത്തെ കളർ ഡ്രസ്സ്. അപ്പോൾ ഒരു പ്രത്യേകം തോന്നിയിട്ട് എന്നെ വിളിച്ച്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ അവിടുത്തെ ആളാണ്. അപ്പോൾ ചോദിച്ചിങ്ങനെ, ഞാനിത് അറിയില്ല, സ്വാമിയുടെ അടുത്ത് ഒരു 3 മണിക്കൂർ സംസാരിച്ച് ഇങ്ങനെ അവസാനം മദ്യമായിട്ട് പുറത്തിറങ്ങിയ ആൾക്കാരാണ്. ഞാനവിടെ എത്തി. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. 4 ആൾക്കാർ ഇങ്ങനെ 4 സൈഡിൽ നിന്നിട്ട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഇവിടെ ആശ്രമം, എന്താണ്. ഞാൻ ഇങ്ങനെ ബ്രഹ്മേരിയാണ്, പക്ഷേ എന്താ പറയുക, ആശ്രമത്തിൽ ബ്രഹ്മേരിയായിട്ട് ആശ്രമത്തിൽ നിൽക്കും. പക്ഷേ ഇങ്ങനെ സത്സംഗങ്ങളിലൊന്നും ഞാൻ കൂടാറേ ഇല്ല. ഞാൻ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്ന സമയത്തും ഞാൻ ഇവിടെ നിന്ന് മാറിപ്പോവും. സത്സംഗത്തിൻ്റെ സമയത്ത് ഞാൻ നിൽക്കലേ ഇല്ല. പക്ഷേ ആ ഒരു സമയത്ത് പറഞ്ഞാൽ ഇവർ ഓരോരുത്തർ 4 ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ ഒരാൾക്ക് മാത്രമേ കുറച്ചൊരു അലിവുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ ചോദിച്ച് ഓരോന്നിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്കൊന്നും ആൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ ചോദിച്ച് ഏകദേശം ഒരു 15 മിനിറ്റായി, പിന്നെ അരമണിക്കൂറായി, 3/4 മണിക്കൂറായി. അപ്പോൾ ഒക്കെ ഈ ഓഫീസിലും അതുപോലെ എല്ലാവർക്കും അറിയാം സ്വാമിയുടെ അടുത്ത് ഇവർ 3, കാരണം ആശ്രമം മൊത്തം അറിഞ്ഞ് ഇവരിങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്കാരെ, പ്രശ്നമല്ല അവരിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി വന്ന ആൾക്കാരെന്നുള്ള ആശ്രമത്തിൽ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇവരെല്ലാവരും എന്നെ ഞാൻ അങ്ങനെ ജസ്റ്റ് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചുറ്റിലും നോക്കുമ്പോൾ എല്ലാവരും എന്നെ നോക്കി നിൽക്കുക. പക്ഷെ അവരിങ്ങനെ എന്താ പറയുക, ഒളിഞ്ഞു നിന്ന് നോക്കുമല്ലോ എന്താണ് അവിടെ നടക്കുന്നത്. കാരണം സ്വാമിയുടെ അടുത്ത് സംസാരിച്ച് അവർ തോറ്റ് പുറത്തിറങ്ങിപ്പോയി. പിന്നെ ഇവരെന്ത് ചെയ്യും അല്ല എന്ത് സംസാരിക്കുന്നുള്ള കാര്യമൊന്നും. പക്ഷേ ഞാൻ അവിടെ നിന്ന് സംസാരിച്ച് ഇത്രയും സമയം പോയി അവസാനം അവർ പറഞ്ഞ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, എനിക്ക് അത്രയും അറിവോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഗുരു പ്രവർത്തിക്കുന്നുള്ളൊരു കാര്യമാണ് എനിക്കിതിൽ നിന്ന് പറയാനുള്ളത്. കാരണം നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത്, ഇത് പ്രശ്നമല്ല പക്ഷെ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്, നമ്മൾ ഓരോരുത്തരുടെ വിശ്വാസികളുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഒരാൾ ചോദിക്കുന്ന സമയത്ത് നമ്മളെ ഗുരുവിനെ പറയാനും അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൻ്റെ കാര്യത്തിലോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അവർക്ക് പറയാനുള്ളൊരു ഉത്തരവാദിത്വം നമ്മളിലുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഇതിലൊന്നും എത്തിയില്ല. പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് അവർ ചോദിക്കുമ്പോൾ ഒരു ആൻസർ പോലും പറയാൻ പറ്റാതിരുന്നില്ല. കാരണം ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ സ്റ്റക്കാവുന്നുണ്ട്. സ്വാമി പെട്ടെന്നൊരു കാര്യം അല്ല ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് സ്റ്റക്കാവും, അതിപ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ അവർ പറയുന്ന സമയത്ത് ഓരോന്നും, ഇപ്പോൾ ഗുരുവിൻ്റെ ഗുരു ഷെഫിക്കറായിരുന്നു, അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം എനിക്കിത് ഓർക്കുന്നില്ല, അങ്ങനെ ഒരു സമയം ഇരുന്നത്. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ചോദിച്ച് പക്ഷേ എല്ലാത്തിനും എനിക്ക് ആൻസർ കൊടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അവസാനം ഒരാൾ പറഞ്ഞ്, അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ നമ്മളിത് ഇവിടെ വേറെ എന്തോ ബിസിനസ്സോ വിശ്വജ്ഞാനം വന്നിട്ട് ഇത്രയും വലിയ സ്ട്രക്ചർ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് നിന്ന് കാണുമ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് അറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇതെന്തായിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഇവിടെ ഓരോരുത്തർ കുട്ടികളുടെയും മുഖത്ത് കണ്ടാൽ അറിയാം ഇവിടെ ഒരു ശാന്തി സമാധാനമുണ്ട്. അതുപോലെ തന്നെ സ്വാമിയുടെ അടുത്ത് ഇവർ ഫൈറ്റ് ചെയ്ത് ഇറങ്ങിയാണെങ്കിലും അവർക്ക് അവിടെ നിന്നൊരു നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. അവർ പറഞ്ഞ് നിങ്ങളൊക്കെ കുട്ടികളുടെയൊക്കെ ഒരു ഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രകാശമുണ്ട്, ഒരു ശാന്തതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞു, അതിനാണ് നമ്മുടെ ആശ്രമത്തിൽ ഇങ്ങനെ അങ്ങനെ കുറച്ച് പറഞ്ഞു. ഇതിനൊക്കെ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇനിയിപ്പോൾ ഗുരുവിൻ്റെ 100ാമത്തെ ജന്മശതാബ്ദി, ഗുരുവിൻ്റെ 100ാമത്തെ നവപൂജിതം വരികയാണ് 2027. ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പരമ്പരയിൽ കണ്ണൂർ 450 ഫാമിലീസ് അങ്ങനത്തെ ഉണ്ട്. ഇത്രയും ഫാമിലീസ് എന്ന് പറഞ്ഞാൽ അത്രയും ഉറപ്പോടെ, നേരത്തെ സുധീരേട്ടൻ പറഞ്ഞ പോലെ ഉറപ്പോടെ ഗുരുവിൻ്റെ വിശ്വാസത്തിൽ ഉറച്ച് നിന്ന് ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഗുരുവിനെ പറ്റി പറയാനും അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറയണമെന്നല്ല, പക്ഷെ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം. ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഗുരുവിനെ പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ എന്താണ് ആശ്രമത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു ഉറപ്പും ഒരു പരിചയം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും അല്ലെ ആ ഒരു ദിവസത്തോട് അടുക്കുന്തോറും നമ്മുടെ ഓരോ കുടുംബങ്ങളും വീട്ടിലെ ചിട്ടായ പ്രാർത്ഥന, പൗർണമി പ്രാർത്ഥന, വ്യാഴാഴ്ച പ്രാർത്ഥന, ഏരിയ പ്രാർത്ഥന, അങ്ങനെയുള്ള എന്താ പറയുക, നമുക്ക് ഗുരുവിൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഏതൊക്കെ പ്രാർത്ഥനകളുണ്ടോ, കർമ്മങ്ങളുണ്ടോ, സമർപ്പണങ്ങളുണ്ടോ, ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് ഗുരുവിന് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഇത്രയും ഫാമിലീസ്, കണ്ണൂർ തലശ്ശേരി ഏരിയയിലെ ഇത്രയും ഫാമിലീസ് ഗുരുവിൻ്റെ സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു പ്രവർത്തനം. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഏറ്റവും പ്രത്യേകമായിട്ട് ഗുരുവിൻ്റെ അനുവാദം
നമ്മുടെ പ്രാർത്ഥനാലയം, ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ഈ പ്രാർത്ഥനാലയം ഇത്ര വലുതല്ല. പ്രാർത്ഥനാലയത്തിൽ കന്നിമൂലയിലൊക്കെ ആയിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ആ സമയത്തൊക്കെ അന്നേരം അതിനുള്ള ഒരു അറിവൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ അമ്മമാർ പറയും, ഗുരുവിനെ കാണാൻ പറ്റുന്നില്ല, ആരാധന ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരുടെ ഭാഗത്താണ്, അമ്മമാർക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് അറിയില്ല ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മധുരാസ്വാമി വന്ന് സ്വാമിക്ക് ഇവിടെ ചാർജ്, സ്വാമിക്ക് എല്ലാവരും സ്വാമിക്ക് ഇവിടെ അഡീഷണൽ ചാർജ് സമർപ്പണത്തിന് സമയത്ത് സ്വാമി ഇങ്ങോട്ട് പോന്നു ദർശനമന്ദിരം സമർപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ സ്വാമി പറഞ്ഞ് ഇന്ന് രാത്രി നമുക്ക് ഇതൊക്കെ പൊളിക്കണം, നാളെ പ്രതിഷ്ഠ നടുവിലോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മളെല്ലാം പ്രിപ്പയർഡായി. ആദ്യം ഈ ഫ്രെയിം ഇപ്പോൾ കാണുന്നതല്ല, അപ്പോൾ മുന്നേ അതൊക്കെ പൊളിച്ച് മാറ്റി സ്വാമിയും ഫുള്ള് പ്രിപ്പയർഡായി നിന്ന് നാളെ പ്രതിഷ്ഠ നടുവിലോട്ട് മാറ്റണം സ്വാമി ഡിസൈഡ് ചെയ്ത്. അപ്പോൾ ശിഷ്യഗീത പറഞ്ഞ സ്വാമി ആയിട്ടില്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞ്, കാരണം നമ്മുടെയൊക്കെ പ്രാർത്ഥനയും ഇത്രയും ആൾക്കാരുടെ പ്രാർത്ഥനയും ഇതൊക്കെ കൊണ്ടുപോകണം. ഇത് ഈ നാടിന് വന്നിട്ടുള്ളൊരു നാടിൻ്റെ ഒരു സ്വഭാവമാണത്. നമ്മുടെ ഈ കളരി ആ ഒരു സ്വഭാവത്തിൽ വന്ന് വെട്ടും കുത്തും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഈ അന്തരീക്ഷത്തിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ശുദ്ധീകരണമായിട്ടാണ് നമുക്ക് ഓരോ അനുവാദങ്ങളും ഓരോ സമർപ്പണങ്ങളൊക്കെ വരിക. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ദർശനമന്ദിരം സമർപ്പണത്തിന് ശേഷം കണ്ണൂർ ജില്ലയിൽ അക്രമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, പക്ഷേ പൊതുവേ അങ്ങനെ ഒരു, അല്ലെങ്കിൽ എപ്പോഴും ഈ ഹർത്താൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ ശിഷ്യത് പറഞ്ഞ് ഇപ്പോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ സ്വാമി ആകെ ഇതായി. പിന്നെ സ്വാമി വന്ന് മനീസ്വാമി വന്ന സമയം, മധുരസ്വാമി തന്നെ സ്വാമി ഇവിടെ തറക്കല്ലിടുന്ന സമയത്ത് സ്വാമി പറഞ്ഞു ഇത് പ്രതിഷ്ഠ നടുവിലാക്കാം. അപ്പോൾ ശിഷ്യത് അനുവാദം കൊടുത്തു, നടുവിലേക്ക് ആക്കിയ സമയത്ത് അപ്പോഴാണ് ഈ കാണുന്ന നമ്മൾക്ക് ഈ ഓങ്കാര പ്രതിഷ്ഠ വന്നത്. ആ സമയത്ത് തന്നെ പ്രാർത്ഥനാലയത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മവും നടന്നു, പ്രാർത്ഥനാലയം. അപ്പോൾ അതിനുശേഷം നമുക്ക് കോവിഡ് വന്നപ്പോൾ ഇപ്പോൾ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരെയും എന്താ പറയുക, അത്രയും വലിയ അകമഴിഞ്ഞൊരു പ്രവർത്തനം, വലിയ സമർപ്പണം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രാർത്ഥനാലയം ഗുരുവിൻ്റെ സങ്കല്പത്തിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ സാധാരണക്കാരാണ്. അത്രയും എന്താ പറയുക, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഗുരുവിനെ, എത്രയോ ആൾക്കാർ ഗുരുവിനെ ഇതുപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്നതും അസുഖങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഓരോ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഗുരു ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അറിയിക്കാനും അവരൊക്കെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരാനും ഗുരുവിനെ അറിയിക്കാനും കിട്ടിയൊരു ചാൻസാണ് ഈ ഒരു 2 വർഷം. അതിനുശേഷമുണ്ട്. പക്ഷേ എന്നാൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷവും പ്രകൃതി അതിനു വേണ്ടി പ്രിപ്പയർഡായി നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ ഓരോരുത്തരെയും പ്രവർത്തനം കൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റണം. അതുപോലെ അതിൻ്റെ ഇടയിൽ വരുന്നൊരു കാര്യമായിരിക്കും നമ്മുടെ ഇവിടുത്തെ പ്രാർത്ഥനാലയം. ആ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഗുരുവിനറിയാം, ബ്രഹ്മത്തിനെ ആരാധിക്കുക, അല്ല ആ പ്രകാശത്തിനെ നമുക്ക് ആരാധിക്കുക, അതിനൊക്കെയുള്ളൊരു കപ്പാസിറ്റിയൊക്കെ നമുക്കിപ്പോൾ വന്നിട്ടുണ്ടാകും. പക്ഷെ എന്നാലും നമ്മളൊക്കെ അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൈതൃകമൊന്നുമുള്ള ആൾക്കാരല്ല നമ്മളത്തെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കർമ്മവും പ്രാർത്ഥനയും അല്ലെങ്കിൽ ചിട്ട അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ എത്തുന്നതും ഗുരുവിനെ ആരാധിക്കാനും അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആരാധന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാനും ആശ്രമത്തിൽ വന്ന് കർമ്മം ചെയ്യാനൊക്കെ കിട്ടുന്ന ഒരു അവസരം, അങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇനി ഈ പ്രാർത്ഥനാലയത്തിൻ്റെ കർമ്മത്തിന് നമ്മൾ ഓരോരുത്തരും അത്രയും സമർപ്പണം ചെയ്യുന്നുണ്ട്, ആ ഒരു സമർപ്പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നമുക്ക് ഡേറ്റ് കിട്ടുക. ആ സമയത്ത് നമ്മൾ മാക്സിമം പ്രവർത്തിച്ച് ഇപ്പോൾ തന്നെ ആൾക്കാരെ എത്രയോ ഇപ്പോൾ പൈസ ആയിക്കോട്ടെ മറ്റ് പലതും ആയിക്കോട്ടെ ഇവിടെ ഇങ്ങനെയൊക്കെയോ പ്രാർത്ഥനയിൽ ഇത്ര രീതിയിലെത്തി. ഇപ്പോൾ നമുക്കൊന്നും അതിനുള്ളൊരു ഭാഗ്യമില്ല. ഇത്രയും വലിയൊരു പൂർണ്ണനായ ഗുരുവിൻ്റെ പ്രാർത്ഥനാലയം അല്ലെങ്കിൽ ഗുരുവിനെ ആരാധിക്കുക അല്ലെങ്കിൽ ബ്രഹ്മത്തിനെ ആരാധിക്കുന്ന ഒരു സൗധം കെട്ടാനുള്ളൊരു ഭാഗ്യമൊന്നും നമുക്കുള്ള ആൾക്കാരല്ല. പക്ഷേ ഗുരു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടിൻ്റെയും നേരത്തെ പറഞ്ഞ പോലെ കളരി അങ്ങനെ ഓരോ കണ്ണൂരിന് അങ്ങനെ ഓരോ കർമ്മവിധികളുണ്ട്. ആ കർമ്മവിധികളെയും ഈ ഒരു അന്തരീക്ഷത്തിനെയും ശുദ്ധീകരിക്കുന്ന ഒരു കർമ്മമായിരിക്കും പ്രാർത്ഥനാലയ സമർപ്പണത്തിൻ്റെ സമയത്ത് നടക്കുക. ഇവിടെ അങ്ങനെ ഓരോ ഘട്ടമായിട്ടാണ് ഗുരു നമ്മുടെ അടുത്ത് അങ്ങനെ പറയും. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ചില ആൾക്കാരുടെ അടുത്ത് പറയും ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക, അങ്ങനെ ഒരു കർമ്മം ചെയ്യേണ്ട, ഓരോ ആൾക്കാരുടെ അടുത്തും അങ്ങനെ പറയും. അപ്പോൾ ഓരോ ജില്ലക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ നാടിനും ഈ കണ്ണൂർ ജില്ലക്ക് എന്താ പറയുക ഒരു സമയം ഓരോ ഘട്ടമായിട്ട് ഇനി അടുത്തൊരു ഈ ഒരു സങ്കല്പത്തിന് ഗുരുവിൻ്റെ ആ ഒരു സങ്കല്പം ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുന്നൊരവസരമാണ് ഇനി വരുന്ന ഓരോ ദിവസങ്ങളും. അപ്പോൾ നമ്മൾ വ്രതത്തിൻ്റെ സമയത്ത് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, നിത്യവും അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ മനസ്സിൽ ഈ ഒരു പ്രാർത്ഥനയും സങ്കല്പം ഉണ്ടാവണം. ഇവിടെ പ്രാർത്ഥനാലയം വരുമ്പം എത്രയോ ആൾക്കാർക്ക് ഗുരുവിനെ അറിയാനും ഇവിടെ വന്ന് അല്ലെങ്കിൽ ആശ്രമത്തിൽ വരാനും ഗുരുവിനെ അറിയാനും ആശ്രമത്തിൻ്റെ ആശയത്തിനെ മുന്നോട്ടെടുത്ത് കൊണ്ടുപോകാനും ഒക്കെ ഭാഗ്യം ഉണ്ടാവണം. ആ ഒരു അവസരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഈ ഒരു നാടിനാണ് മാറ്റം ഉണ്ടാകുന്നത്. ഈ നാടിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കുട്ടികളിലെയും കാണാം. നമുക്കുള്ള ഓരോ കുട്ടികളും ഗുരു പറഞ്ഞ പോലെ എന്താ പറയുക ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഓരോ ന്യൂസിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന അത്രയും
എന്താ പറയുക വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ കുറയാനും അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു സങ്കല്പത്തിലുള്ള കുട്ടികൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഓരോ കുട്ടികളും ഗുരു പറഞ്ഞിട്ടുണ്ട് 72ൻ്റെ ശുദ്ധീകരണത്തിന് ശേഷം ഓരോ വ്യാഴവട്ടത്തിന് ശേഷം ജനിക്കുന്ന കുട്ടികളും അതിൻ്റേതായ പ്രകാശവും ഒരു ഗുരുവിൻ്റെ ഒരു കോഡിങ് ഉണ്ട്. ആ കോഡിങ്ങിലാണ് നമ്മുടെയൊക്കെ മക്കൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ പഠിക്കാനും അല്ലെങ്കിൽ ട്യൂഷന് പോകാനും മറ്റേ എക്സ്ട്രാ കരാട്ടെ ഇതൊക്കെ വേണം. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങൾ ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പേരും എന്താ പറയുക, നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് 7-ാം മാസത്തെ സങ്കല്പം തൊട്ട് നമ്മൾ തുടങ്ങും ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ. പിന്നെ 5 വയസ്സായി പേരിടുന്ന ഗുരുവിൻ്റെ അടുത്ത് വെച്ചിട്ടായിരിക്കും അരിയിലെഴുതിക്കുന്നത്, എഴുത്തിനിരുത്തുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഗുരുവിനോട് ചോദിച്ച് ചെയ്യും. പക്ഷേ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരിപ്പോൾ പഠിക്കണം, ക്ലാസ്, ട്യൂഷൻ ഇത് പറഞ്ഞ് നമ്മൾ അവരെ വീട്ടിൽ തന്നെ തളച്ചിടും. വീട്ടിലും അവർക്ക് ഈ സ്ട്രെസ്സും ഇപ്പം എന്താ പറയുക, അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും. പക്ഷേ ഇവർ ആശ്രമത്തിൻ്റെ അടുത്തേക്ക് വരാനും അല്ലെ ഗുരുവിൻ്റെ കാര്യത്തിലേക്ക് ഏർപ്പെട്ട് ആശ്രമത്തിൽ ഒരു ആശ്രമ പരിചയം ഇല്ലാതെ എന്താ പറയുക, ആശ്രമത്തിൽ വന്ന് നിന്നൊരു നമ്മുടേതാണ്. ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ നമ്മളെ കുട്ടികളെ ആശ്രമത്തിലേക്ക് കൊണ്ട് നിർത്തണം. നമ്മളിപ്പോൾ നമ്മുടെ അനുഭവത്തിലും നമ്മളൊക്കെ അങ്ങനെ ആശ്രമത്തിലേക്ക് ഗുരുവിലേക്ക് വന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അതൊന്നും മനസ്സിലാവണമെന്നില്ല. ഇവരൊക്കെ ഉള്ളിൽ ഗുരുവിൻ്റെ ഒരു സങ്കല്പം ഉണ്ടാവും. പക്ഷേ ഇതിനെ പ്രവർത്തിപ്പിക്കാനും ഈ ഒരു വെക്കേഷൻ സമയത്തൊക്കെ നമ്മളെ കുട്ടികളെ ശാന്തിമക്കാരായിക്കോട്ടെ ഗുരുമേന്മക്കാരായിക്കോട്ടെ അവർ ആശ്രമത്തിലേക്ക് വന്ന് നിർത്തിയിട്ട് ഇവർക്കൊരു ആശ്രമ പരിചയം അല്ല, ഇത് നമ്മുടേതാണ് ആശ്രമത്തിൽ നമുക്ക് എപ്പോഴും. അല്ലാതെ നമ്മൾ ഈ വ്യാഴാഴ്ച കൊണ്ടുവന്ന് പുഷ്പസമർപ്പണം ചെയ്തു പോയി അല്ലെങ്കിൽ പൗർണമിക്ക് വന്ന് ദീപം എടുത്ത് പോയതിനെ കൊണ്ട് മാത്രം നമ്മുടെ കുട്ടികളെ ഗുരു ഇച്ഛിക്കുന്ന രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റണമെന്നില്ല. അവർക്കൊരു ആശ്രമ പരിചയം അല്ലെങ്കിൽ ആശ്രമം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരാണ് ഇതിൻ്റെ രക്ഷാകർത്താക്കളെല്ലാം അധികാരികൾ. നമുക്കൊക്കെ ഇപ്പോൾ ഓരോ കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കണം. കാരണം കുറച്ച് കഴിഞ്ഞാൽ അവർക്കിങ്ങനെ പറയാം, കാരണം ഇത്രയും വലിയൊരു കർമ്മം. ഞാൻ ഇപ്പോൾ അവിടെ വിശ്വജ്ഞാന മന്ദിരത്തിൽ നിന്നതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. പക്ഷെ ഇപ്പോൾ അവർ പറയും ഇതിൻ്റെ സമയത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു, അതിനൊക്കെ ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കുട്ടികളും ചെറിയ കുട്ടികളും പറയണം, ഈ ഒരു സമയത്ത് എനിക്ക് അവിടെ നിന്ന് നിൽക്കാൻ പറ്റിയിരുന്നു, ആ ഒരു സങ്കല്പം പൂർത്തീകരിക്കുന്നതിന് മുന്നേ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇനി വരുന്ന വെക്കേഷനാണ്. ഇപ്പോൾ സ്വാമി ഗൃഹസന്ദർശനത്തിൽ നടത്തുകയാണ്. കോഴിക്കോട് സ്വാമി ഇതുപോലെ തന്നെയായിരുന്നു ചെയ്തത്. അതിനുശേഷം വളരെയധികം മാറ്റം ഓരോ കുടുംബത്തിലും കുട്ടികളൊക്കെ ആശ്രമത്തിലേക്ക് വന്ന് നിൽക്കുകയും അതുപോലെ തന്നെ അവരിലൊരു വ്യത്യാസം അവരുടെ വീട്ടിലും കുടുംബത്തിലും. നമ്മളെ കുട്ടികൾ ഇവിടെ ആശ്രമത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ട്, അവരവിടെ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഭയങ്കര ടെൻഷനായിരിക്കും ആശ്രമത്തിൽ വിടാനൊക്കെ. കാരണം നമ്മൾ വീട്ടിൽ അത്രയും കെയർ ചെയ്ത് വളർത്തുന്നതാണ്. പക്ഷെ അവർ ഗുരുവിൻ്റെ അടുത്താണ് ഉള്ളത്. അവർക്ക് ഇനി നമ്മുടെ വേറെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ അവരെ സ്കിന്നൊക്കെ എന്താ പറയുക കുറച്ച് ഡാർക്കായി ഉണ്ടാവും, അല്ലെങ്കിൽ ഇവർ മണ്ണെന്നും കർമ്മമൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഇവരെ ഗുരുവിൻ്റെ മണ്ണിൽ നിന്നാണ് അവർ ചെയ്യുന്നത്. അവർ ഭാവിയിൽ അതിൻ്റെയൊക്കെ റിസൾട്ട് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലും എന്താ പറയുക, അവർക്കൊരു അഡ്മിഷൻ്റെ കാര്യം ആയിക്കോട്ടെ, അവർക്കൊരു ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും അവർക്ക് ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു ഇൻവെസ്റ്റ് ആയിട്ട് അവർക്ക് ഭാവിയിലേക്ക് ഗുരുവിൻ്റെ ഒരു അനുഭവത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആശ്രമത്തിൽ നിൽക്കുമ്പോൾ ആശ്രമത്തിനായിട്ടും ഗുരുവായിട്ടും അവർക്കൊരു അടുപ്പുണ്ടാവും. ഈ അടുപ്പുണ്ടാക്കി കൊടുക്കണം നമ്മളെപ്പോഴും. കാരണം ആ ഒരു അടുപ്പ് നമുക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും ഇതിൽ തന്നെ നമുക്ക് എന്താ പറയുക, അവർക്ക് നല്ലതില്ലാത്ത ചിന്തകൾ വരാനോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇവർക്ക് ആ ഒരു തോട്ട്സ് വരും. ആശ്രമത്തിൽ നിൽക്കാനും നിന്ന ആ ഒരു കുട്ടികൾക്ക് ഗുരുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും അവർക്ക് ഉണ്ടാവും. എല്ലാ കുട്ടികളിലും ഉണ്ട്. പക്ഷെ എന്നാലും ആശ്രമത്തിൽ നിന്ന് ഗുരു ശുശ്രൂഷ ചെയ്യുന്ന ഓരോ കുട്ടികൾക്കും അതായിരിക്കും അവരെ രക്ഷിക്കുക ഓരോ ആപത്തുകളിൽ നിന്ന്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് നമ്മുടെ വീട്ടിലെ ഓരോ കുട്ടികളെയും സ്വാമി എന്തായാലും എല്ലാവരും വിളിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് വിടാനൊക്കെ ഭയങ്കര വിഷമമുണ്ടാവും. കാരണം നമ്മൾ അത്രയും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഓരോരുത്തർക്ക് അങ്ങനെയും പ്രാർത്ഥിച്ച് കിട്ടിയ കുട്ടികളായിരിക്കും. അതുപോലെ എന്താ പറയുക, അങ്ങനെയൊക്കെ അനുഭവത്തിൽ തന്നെ നമ്മൾ അത്രയും കെയർ ചെയ്ത് വളർത്തുന്ന കുട്ടികളായിരിക്കും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ പ്രാർത്ഥിച്ച ഗുരുവിൻ്റെ മക്കളെയാണ് നമ്മൾ ആശ്രമത്തിലെത്തുന്നത്, ഗുരുവിൻ്റെ മണ്ണിലാണ് നമ്മൾ അവരെ ഉറക്കുന്നത് അല്ലെ അവരെ പ്രവർത്തിപ്പിക്കുന്നത്. ആ ഒരു എന്താ പറയുക മാനസികാവസ്ഥയിൽ നമ്മൾ അവരെ ആശ്രമത്തിലേക്ക് കൊണ്ടുവിടണം. അവർക്ക് ഇവിടെ വന്ന് ഇനിയിപ്പോൾ പൗർണമിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ ഇവൻസിന് വരുന്ന സമയത്ത് അവർക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ആശ്രമവും ഗുരുവുമായിട്ട് അവരുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിനുള്ളൊരു അവസരമായിട്ട് നമ്മളിത് കാണണം. പിന്നെ പ്രാർത്ഥനായത്തിൻ്റെ കാര്യം തന്നെ എനിക്ക് പറഞ്ഞ് ഇതാകുന്നില്ല. കാരണം അത്രയും വലിയൊരു കാര്യമാണ് നമ്മൾക്ക് ഗുരുവിൻ്റെ അനുവാദം കിട്ടിയിരിക്കുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓരോ വീട്ടുകളിലും ഒരു പ്രാർത്ഥന ഉണ്ടാവണം. നമ്മുടെ സമർപ്പണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതിനുള്ളൊരു സങ്കല്പവും പിന്നെ അതുപോലെ തന്നെ ഗുരുവിൻ്റെ ജന്മശതാബ്ദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നവപൂജിതം
ജന്മശതാബ്ദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോ കുടുംബങ്ങളും എങ്ങനെ ആവണം, അല്ലെങ്കിൽ എങ്ങനെ ഗുരുവിനെ അടുത്തൊരു കുടുംബത്തിലേക്ക് ഗുരുവിൻ്റെ ആശയത്തിന് എങ്ങനെ പ്രവർത്തിപ്പിക്കാനും ആശയത്തെ എങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥനയും അതിനുള്ളൊരു സങ്കല്പവും ഒരു പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കണം. പിന്നെ ഞാൻ എന്താ പറയുക, സ്വാമി ഇങ്ങനെ സത്സംഗത്തിൽ അവിടുന്ന് കോഴിക്കോടൊക്കെ എന്നെ ഇങ്ങനെ വിളിച്ചിരുത്തിക്കും സത്സംഗത്തിൽ സംസാരിക്കണം. പക്ഷെ ഞാനൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നമ്മളെ ആരെങ്കിലൊക്കെ നമ്മൾ വിളിക്കുന്നത് നമുക്കൊരു ചാൻസ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വന്നിവിടെ നിന്ന് ചിലപ്പോൾ കരഞ്ഞു പോകുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ സ്റ്റക്കാവും. പക്ഷെ അതൊക്കെ ഒരു പ്രാക്ടീസായി കണ്ട് നമ്മുടെ ഒരു അനുഭവം ഒരു എന്താ പറയുക ഒരു 10 പേരുടെ അടുത്ത് പറയാമെന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണണം. കാരണം സംസാരിക്കാനും, കാരണം ഗുരുവിനെ അവർക്ക് കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റാവും. ഇവരെന്താ പറയുക, ഇപ്പോൾ തന്നെ നമുക്ക് സത്സംഗം കഴിഞ്ഞ് തിരിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, പക്ഷേ വരാൻ കുറേ തടസ്സങ്ങളുണ്ടാവും. വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് ഈ പ്രോഗ്രാം ഉണ്ട്, കല്യാണം ഉണ്ട്, അതുണ്ട്, ഇപ്പോൾ പോകണോ വേണ്ടയോ എന്ന്. അവസാനം എത്തുക പോകണ്ടെന്നുള്ള ഇത് തന്നെയായിരിക്കും. പക്ഷേ പോകണമെന്ന് എത്തുന്ന ആൾക്കാർ കുറച്ചുണ്ടാവുള്ളൂ. പക്ഷേ ഈ സത്സംഗത്തിൽ വന്ന് ആരെങ്കിലുമൊക്കെ നമ്മുടെ അനുഭവം പറയാൻ വിളിക്കുക. ആ സമയത്ത് നമ്മൾ വന്ന് നിന്ന് സംസാരിക്കണം. ഗുരുവിൻ്റെ കാര്യങ്ങൾ നമുക്ക് അത്രയും ഉറപ്പോടുകൂടെ, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാനുള്ളൊരു കഴിവ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. ചിലപ്പോൾ ഗുരുവാണി വായിക്കാൻ പറയുമായിരിക്കും, ചിലപ്പോൾ ഒരു പാട്ട് പാടാൻ പറയുമായിരിക്കും. അതൊക്കെ നമ്മളെ സ്കില്ലിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. പക്ഷെ അനുഭവം പറയാന്നുള്ളത് ആശ്രമത്തിൽ എന്താ പറയുക, നമുക്കങ്ങനെയുള്ളൊരു പരിചയം, ഒരു പ്രാക്ടീസ് ഇല്ല. പക്ഷേ ഓരോ സന്ദർഭത്തിലും നമ്മൾ വിളിക്കുന്ന സമയത്ത് ആശ്രമത്തിലെ സത്സംഗം, അങ്ങനെയാണ് സത്സംഗങ്ങൾ മുന്നോട്ട് പോവുക. സ്വാമി സംസാരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ അനുഭവങ്ങൾ, ഗുരുഭക്തി ഗാനം, ചെറിയ മക്കളെയൊക്കെ ഗുരുവിൻ്റെ ഓരോ പ്രകാശമായിരിക്കും അവർ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അവർ ചിലപ്പോൾ നല്ലോണം കവിത ചൊല്ലുന്നുണ്ടാവും, പാട്ട് പാടുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ സത്സംഗം ഇനി മിസ് ചെയ്യരുത്. ഇന്നിപ്പോൾ സ്വാമി ഇല്ലാത്തതുകൊണ്ടാണ്, അടുത്ത ആഴ്ച സ്വാമി ഉണ്ടാവും. സ്വാമീൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സ്വാമിക്ക് ഈ സത്സംഗമാണ്. ഈ സത്സംഗം നടത്തുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ ഒരു ഗുരുവിൻ്റെ ഒരു അനുഭവത്തിൽ ഓരോ സ്ഥലത്തും നമ്മൾ ഓരോ ജില്ലയിലും ഓരോ ഏരിയയിലും സന്യാസിമാരെ കൊടുക്കുന്നത് ആ സമയത്ത് ആശ്രമത്തിന് വേണ്ടിയിട്ടുള്ളൊരു ആ ഒരു സമയത്ത് നമ്മുടെ ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സന്യാസിമാരെ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ടേക്ക് അയക്കുക. ഈ ഒരു സമയത്ത് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അറിവാണ്. നമുക്കൊക്കെ ഗുരുവിനോട് ഭയങ്കര ഭക്തിയാണ്, സ്നേഹമാണ്, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, ഇതൊക്കെ എങ്ങനെ ചെയ്യണം, ചെയ്യുന്നതിനെ കൊണ്ട് നമുക്കെന്ത് കിട്ടും, അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഈ സത്സംഗത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇനിയുള്ള ഓരോ സത്സംഗങ്ങളും മിസ് ചെയ്യരുത്. ഇനിയും നമ്മളെ കുടുംബക്കാരെ എന്താ പറയുക, നമ്മളൊക്കെ മറ്റ് പരമ്പരയിലുള്ള ആൾക്കാരെ കണ്ടറിയാം. ഒരു ദിവസം നിസ്കരിക്കാൻ പോയില്ല നമ്മൾ വിളിക്കും, എന്തുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, നമ്മൾ പോയില്ല. പക്ഷെ പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു. ആശ്രമത്തിൻ്റെ തുടക്കത്തിൽ നമുക്കൊക്കെ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹവും, ആൾക്കാരെ വിളിച്ച് ഒരു വണ്ടി, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വാഹന സൗകര്യം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഒരാളെ കൂട്ടി വരിക, എപ്പോഴും ഈ സത്സംഗം നടത്തി ഇവിടെ ഫില്ലായിരിക്കണം. കാരണം നമ്മൾ അവരെ കൊണ്ടുവരാം, എല്ലാവർക്കും വരാനൊരു സ്റ്റെക്ക് ഉണ്ടാവും. പക്ഷെ അവരെ കൊണ്ടുവന്ന് അവർ പോകുന്ന സമയത്ത് ഇനിയും അടുത്തൊരാഴ്ച അവർ സത്സംഗത്തിന് വരുന്നുള്ള രീതിയിലാവും. അപ്പോൾ സത്സംഗങ്ങൾ ഇനി മിസ് ചെയ്യരുത്. കാരണം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും അത് തന്നെയാണ്, അറിവാണ്. നമ്മുടെ കുട്ടികളുടെ അടുത്തും അത് മാത്രമല്ല ഇനിയുള്ള ഓരോ ആൾക്കാരുടെ അടുത്തും സംസാരിക്കാനും നമ്മൾ പ്രിപ്പയർ ആവണം. നമുക്ക് അത്ര ഈസി ആയിട്ട് നമ്മൾ കാണരുത്. കാരണം ഈസിയാണ്, നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി, അവിടെ ഗുരു പ്രവർത്തിച്ചോളും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഓരോ കുടുംബങ്ങൾക്കും പ്രവർത്തിക്കാനും ആശ്രമത്തിലെ കർമ്മം ചെയ്യാനും സമർപ്പണങ്ങൾ നടത്താനും ഗുരുവിൻ്റെ ഒരു കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരു തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുശരണം. അടുത്തത് ഗുരുപ്രണവ് ഒരു പാട്ട് പാടുന്നതാണ്.